ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു അടിപൊളി തേപ്പ് ഞാൻ മണക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഗബ്രി പറയുന്നുണ്ടായിരുന്നു മെന്റൽ ഹെൽത്ത് കളയാൻ എനിക്ക് താല്പര്യമില്ല, ഐ വോണ്ട് ടു ക്വിറ്റ്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് മാറി നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവിലൂടെ തന്നെ പോട്ടെ എന്നൊക്കെ. ജാസ്മിൻ ഇവിടെ ഈ ബന്ധം കട്ടാവാതെ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്താൽ നോക്കുന്നു. ഗബ്രി ഇതെങ്ങനെയെങ്കിലും ഊരി തള്ളി ഓടി ഉള്ള മാനം ഇത്തിരിയും കൂടി ഇനി പോകാനുള്ളൂ, അത് കപ്പൽ കയറുന്നതിന് മുമ്പ് കാക്കാന്നുള്ള രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എവിടെയും ഒരു റിലേഷൻഷിപ്പിൽ ബെഗ്ഗിങ് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ അട്ടർ ഫേക്ക് ആയതുകൊണ്ട് തന്നെയായിരിക്കും. ആൻഡ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലെ വാല്യൂ കൊടുക്കാതെ ഒരുപാട് ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റി ചവിട്ടി മെതിച്ച് അതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഒരുമിച്ച് ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യാം, നീ ഇവിടെ നിൽക്കാന്നൊക്കെ പറയാനായിട്ട് ഇവരുടെ കുഞ്ഞമ്മയുടെ വകയാണോ ബിഗ് ബോസ്? എനിക്ക് അറിയാൻ പാടില്ലെന്നുണ്ട് ചോദിക്കുക. വൃത്തിക്ക് കളിക്കാതെ മെന്റൽ ഹെൽത്തും പുറത്ത് ഇത്രയും പ്രശ്നമാവുന്ന രീതിയിൽ ഒരു നെഗറ്റീവ് ഗെയിം പ്ലാൻ എടുത്ത ഗബ്രി തന്നെയാണ് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത്. ഇവരുടെ ഡേഞ്ചേഴ്സ് ആണ് അത് താൻ വലിച്ചിട്ട് ഇത്രയും മെസ്സാക്കിയിട്ട് ഇപ്പൊ ജാസ്മിനാണ് എല്ലാത്തിനും അനുഭവിക്കാൻ പോകുന്നത്. ജാസ്മിൻ കോണ സ്ക്രൂഡ്, അതിൽ ഒരു ഡൗട്ട്.